അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ഭാര്യമാർ റിപ്പോർട്ട് ചെയ്തു, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ യസൂമു തിസ്അ ദുൽഹിജ്ജ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുൽഹിജ്ജ 9 നോമ്പനുഷ്ഠിക്കാറുണ്ടായിരുന്നു. ദുൽഹിജ്ജ 9 നോമ്പനുഷ്ഠിക്കുക എന്നതിന്റെ അർത്ഥം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പഠിപ്പിച്ചു, സൂമു ലിറുബിയത്തിഹി, കാഴ്ച കണ്ട് നിങ്ങൾ നോമ്പ് നോൽക്കണം. വഫ്തിറു, കാഴ്ച കണ്ടാ നിങ്ങൾ നിർത്തിക്കോ. അതുകൊണ്ട് ഇദാ റഅയ്തൽ ഹിലാല, നിങ്ങൾ മാസം കാണാൻ വേണ്ടി നോക്കിക്കോ. മാസം കാണുന്നുണ്ടോ നിങ്ങൾ അതിനനുസരിച്ചിട്ട് തീരുമാനങ്ങൾ എടുത്തോ. ആ മാസം കണ്ട അടിസ്ഥാനത്തിൽ നിങ്ങളുടെ നാട്ടിൽ ദുൽഹിജ്ജ 9 എന്നാണോ അന്ന് നിങ്ങൾ നോമ്പനുഷ്ഠിച്ചോ. ആ സമയത്ത് ചില ആളുകൾ പറഞ്ഞു, അറഫ അതിന്റെ തലേന്ന് കഴിഞ്ഞു പോകും, അറഫക്കാരോടുള്ള ഐക്യദാർഢ്യമല്ലേ നോമ്പ് എന്ന്. ഏത് ഹദീസിൽ, ഏത് ചരിത്രത്തിലുണ്ട്? അറഫക്കാരോടുള്ള ഐക്യദാർഢ്യമാണ് അറഫ നോമ്പ് എന്ന് പ്രകടമാകുന്ന ഒരു വ്യക്തമായ ഹദീസ് ഉണ്ടെങ്കിൽ വാക്കുമാറ്റാം, തിരുത്താം. അതിനനുസരിച്ചിട്ട് നമുക്ക് മുൻപോട്ട് പോകാം. ആരെയും കക്ഷിയാക്കാനോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്താനോ ആക്ഷേപിക്കാനോ വേണ്ടിയിട്ടല്ല. മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ ഭിന്നതകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ റമദാൻ ആഗതമായപ്പോൾ മാസം കാണാത്തതിന്റെ പേരിൽ മറ്റന്നാൾ നോമ്പ് കേരളത്തിൽ എന്ന് പ്രഖ്യാപിച്ചവർ, അന്നും പിറ്റേന്ന് നോമ്പ് തുടങ്ങുന്നു എന്ന് സൗദി അറേബ്യയിൽ മാസം കണ്ട് തീരുമാനിച്ചപ്പോഴും കേരളത്തിൽ മാസം കാണാത്തത് കൊണ്ട് മറ്റന്നാൾ നോമ്പാരംഭം എന്ന് പറഞ്ഞവർ, അവസാനം സൗദി അറേബ്യയിൽ മാസം കണ്ട സമയത്ത് സൗദി അറേബ്യയിൽ മാസം കണ്ടതിനാൽ നാളെ പെരുന്നാള് അത് ആഘോഷിക്കാതെ മറ്റന്നാൾ പെരുന്നാള് എന്നിത്യാദി രീതിയിലേക്കുള്ള ഒരു ആശങ്കയിലേക്ക് മുസ്ലിം സമൂഹത്തെ കൊണ്ടുപോകേണ്ടതുണ്ടോ? ഇനി അതല്ല, അത്തരത്തിലുള്ള ഒരു രീതിയിൽ ഇസ്ലാമിക അവലംബമുണ്ടോ? സമൂഹത്തോട് ഒരുമിച്ചായതുകൊണ്ട് അതിന് പ്രവാചകന്റെ ഒരു തെളിവ് എന്ന നിലക്ക്. ഇനിയും പോട്ടെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് നോറ്റതിന് ശേഷം ഒരു ദിവസം ഗ്യാപ്പിട്ടിട്ടാണോ 10ാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിച്ചത്? മുസ്ലിം സമൂഹത്തിന്റെ ഇടയിലുള്ള ഭിന്നിപ്പ് മുതലെടുക്കാൻ വേണ്ടി ചിലർ ശ്രമിക്കുമ്പോൾ യഥാർത്ഥമായ നിലക്ക് നമ്മളെ നാട്ടിലുള്ള മാസം കാണുന്നതിനനുസരിച്ച് നമുക്ക് മുൻപോട്ട് പോയാൽ മുസ്ലിം സമൂഹത്തിനിടയിൽ ഭിന്നിപ്പുകളില്ല. അവിടെ ഐക്യദാർഢ്യം എന്നുള്ളത് ഒരു മനുഷ്യന്റെ പ്രഖ്യാപിച്ചു അല്ലെങ്കിൽ പ്രയോഗിച്ചു എന്നല്ലാതെ ഹദീസ് ഗ്രന്ഥങ്ങളിലില്ല. അറഫക്കാരോടുള്ള ഐക്യദാർഢ്യമാണെന്ന്. അങ്ങനെ ഐക്യദാർഢ്യമായിരുന്നെങ്കിൽ അമേരിക്കക്കാര് രാത്രി എഴുന്നേറ്റ് നോമ്പ് നിൽക്കണം. എന്നാൽ അത്തരത്തിലുള്ള ആശങ്കകളും പ്രയാസങ്ങളും മുസ്ലിം സമൂഹത്തെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ നമ്മുടെ നാട്ടിലെ കാഴ്ചക്കനുസരിച്ച് നമ്മൾ അതിനെ പിന്തുടരുന്നു. ആ കാഴ്ചയിലൂടെ മുന്നോട്ട് പോകുന്നു. ഇനി അഥവാ അത്തരത്തിലുള്ള രീതിയിൽ 8 അവിടെ നോറ്റു, 9 വെറുതെ നടന്നു, 10 നാട്ടാരപ്പുരം പെരുന്നാള് എന്നതിൽ അങ്ങനെ ആഘോഷിക്കാൻ, സമൂഹത്തോടൊപ്പം ആഘോഷിക്കാൻ പ്രവാചകൻ പഠിപ്പിച്ചു തന്ന ഏതെങ്കിലും ചില ഹദീസുകളുണ്ടോ? ഇതൊന്നുമില്ലാത്ത സ്ഥിതിക്ക് ഏറ്റവും നല്ല മുസ്ലിം സമൂഹത്തിന്റെ ഐക്യത്തിന്റെ ഏറ്റവും നല്ല പാത നമ്മളെ മാസം സൂമൂ ലിറുബിയത്തിഹി, കണ്ടനുസരിച്ച് ഇനി കാണുന്നവർ അവര് കള്ളന്മാര്, ഇവര് കള്ളന്മാര്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാസം കണ്ടു എന്നൊരു കാഫിരിയാണ് പറഞ്ഞതെങ്കിലും നിങ്ങളത് പിന്തുടർന്നേക്കണം. അവൻ കള്ളനാണെങ്കിൽ അവൻ അള്ളാഹിനോട് സമാധാനം പറയട്ടെ. രാഷ്ട്രീയത്തിന്റെയും കക്ഷിത്വത്തിന്റെയും പേര് പറഞ്ഞ് മുസ്ലിം സമൂഹത്തിനിടയിൽ ആഴ്ചയിൽ അല്ലെങ്കിൽ 2 ദിവസം പെരുന്നാൾ ആഘോഷിപ്പിക്കാൻ, തെക്കൻ കേരളത്തിൽ 1 ദിവസം പെരുന്നാൾ കഴിഞ്ഞ് വടക്കൻ കേരളത്തിൽ 2ാമത്തെ ദിവസം പെരുന്നാൾ എന്നിത്യാദി രീതിയിലേക്ക് എന്തിനാ മുസ്ലിം സമൂഹത്തെ നാട്ടുകാർക്കിടയിൽ കൊത്തിവലിക്കാൻ ഇട്ടുകൊടുക്കുന്നത്? അവിടെ ഇസ്ലാമിന്റെ ഏറ്റവും നല്ല രീതി സൂമു ലിറുയതിഹി, നിങ്ങൾ കണ്ടോ, നിങ്ങൾ ഉറപ്പിച്ചോ, നിങ്ങൾ അത് നോറ്റോ. അങ്ങനെയാണെങ്കിൽ ദുൽഹിജ്ജ 9 ശനി പകല, ഞായറാഴ്ച പെരുന്നാളുമാ. അതിൽ എന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ ആർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അള്ളാഹനെ ഏൽപ്പിച്ചവരെ കാര്യം. എനിക്ക് പാണ്ഡിത്യല്ല, എനിക്ക് അത്തരത്തിലുള്ള വിശ്വാസങ്ങളിൽ അഥവാ പറഞ്ഞു കൊടുക്കാനുള്ള കഴിവില്ലെങ്കിൽ നിങ്ങളെപ്പോലൊരാൾ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുന്നു, എന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ എന്റെ നേതൃത്വത്തിനോ മറ്റുള്ളവർക്കോ സാധിച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ ആ ഒരു അറിവില്ലായ്മ അവർ ചൂഷണം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അള്ളാഹ് തവക്കുൽ ചെയ്യുന്നു. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നത് മുസ്ലിം സമൂഹം ഒരുമിച്ച് നിൽക്കണം. പ്രത്യേകിച്ച് ഇനിയത്തെ കാലഘട്ടത്തിൽ, ഇനി അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ ആ തിരിച്ചറിവിന്റെ ഇടയിൽ പോലും ആളുകൾക്കിടയിൽ കക്ഷിത്വം ഉണ്ടാക്കാൻ വേണ്ടി മത്സരിച്ച് തമ്മിലടിപ്പിക്കുമ്പോ അതൊരു വലിയ തോൽവി തന്നെയാണ്. മുസ്ലിം സമുദായത്തിന്റെ തോൽവിയാണ്, കക്ഷികളെ തോൽവിയല്ല, മാപ്പിള സമൂഹത്തിന്റെ തോൽവി. ആ തിരിച്ചറിവ് ഓരോരുത്തർക്കും ഉണ്ടെങ്കിലേ നാളെ സമാധാനത്തോടെ നമ്മളെ മക്കൾക്കെങ്കിലും ഈ മണ്ണിന്റെ മുകളിൽ ജീവിക്കാൻ പറ്റൂ. അങ്ങനെ മാത്രമേ എന്റെ വാക്കുകളെ കാണാവൂ. ആക്ഷേപിക്കാനോ കുറ്റപ്പെടുത്താനോ അല്ല, മറിച്ച് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ഓർമ്മപ്പെടുത്തി അങ്ങനെയായിരുന്നു റസൂലുള്ളാഹി നോമ്പനുഷ്ഠിച്ചത്. അതോടൊപ്പം തഹ്ദീദും തഹ്ലീലും തക്ബീറും നമുക്ക് മുഴക്കി തുടങ്ങാം മാസം കണ്ടത് മുതൽ.
അഥവാ നിശ്ചയിക്കപ്പെട്ട ദിവസം മുതൽ കാന ഇബ്നു ഉമർ വ അബൂ ഹുറൈറ, ഇബ്നു ഉമറിനെ പറ്റിയും അബൂ ഹുറൈറയെ പറ്റിയും സഹാബത്ത് പറയുന്നു, യഖ്റുജാനി ഇല സൂഖി ഫി അയ്യാമിൽ അശ്രി യുകബ്ബിറാനി, അവര് മാസം കണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അന്ന് തുടങ്ങും തക്ബീർ ചൊല്ലാൻ. അങ്ങാടിയിലായാലും ഓരോ നിമിഷത്തിലും പള്ളിയിലായാലും അവരിങ്ങനെ തക്ബീർ ചൊല്ലിക്കൊണ്ടിരിക്കും. അങ്ങനെ ഉളുഹിയത്ത് ഉദ്ദേശിച്ച് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫൽയുംസിക് അദ്ഫാരിഹി വശഅരിഹി, അവനവന്റെ മുടിയും നഖവും വിട്ടേച്ച് കളയട്ടെ, അഥവാ അതിനി അറിവിന് ശേഷം മുറിച്ചാലും വെട്ടിയാലും മതി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെയാ ഇസ്ലാമിന്റെ കൃത്യത. ഇതിനെയെല്ലാം സമൂഹത്തിനിടയിലും സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടും വാരി വലിച്ച് തമ്മിലടിച്ച് ചളിവാരി എറിയുമ്പോൾ വാരി എറിയുന്നതിന്റെക്കാൾ ഇരട്ടി നമ്മളെ മുഖത്തേക്ക് പറ്റുന്നുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവെങ്കിലും ഓരോ നേതാവിനും ഓരോ സമൂഹത്തിനും ഓരോ പ്രവർത്തകനും ഉണ്ടാകണം. എങ്കിലേ അള്ളാഹുവിന്റെ ഇസ്സത്തും ഇസ്ലാമിന്റെ ഇസ്സത്തും നമ്മളിലൂടെ നമുക്ക് പ്രകടമാക്കാൻ സാധിക്കൂ. അങ്ങനെ ചിന്തിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു കൂട്ടിയിട്ടുള്ള എല്ലാ പാപങ്ങളും വിട്ടുപുറത്ത് നിന്റെ സ്വർഗപൂങ്കാവനത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ. അള്ളാഹുവേ, മക്കളില്ലാതെ സങ്കടപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് നാഥ. മക്കളെന്ന് അനുഗ്രഹം നൽകി ഓരോ കുടുംബത്തോടും നീ കാരുണ്യം കാണിക്കണമേ. അള്ളാഹുവേ, രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന പലരും ഞങ്ങളിലുണ്ട് റബ്ബേ. എല്ലാവരുടെയും അസുഖം നീ എളുപ്പത്തിൽ ശിഫ നൽകി ആരോഗ്യത്തോടെ ദീർഘായുസോടെ ജീവിക്കാൻ തൗഫീക്ക് നൽകണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. അള്ളാഹുവെ, പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് തന്നവരുണ്ട്. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർ, ബുദ്ധിമുട്ടുന്നവർ എല്ലാവരുടെയും അസുഖം നീ എളുപ്പത്തിൽ ശിഫ നൽകുകയും ആരോഗ്യത്തോടെ ക്ഷമയോടെ അതിനെ നേരിട്ട് ജീവിതത്തിൽ തിരിച്ചെത്താൻ ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. മരിച്ചുപോയ സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കൾ, മക്കൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ എല്ലാവരുടെയും ഖബർ നീ വിശാലമാക്കുകയും അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിച്ചു കൂട്ടുകയും ചെയ്യണമേ. അല്ലാഹുവേ, പുണ്യമാക്കപ്പെട്ട ദിവസങ്ങളെ ഇബാദത്തോടെ ഈമാനോടെ ആത്മാർത്ഥമായി നിന്നിലേക്ക് മടങ്ങുന്ന ഒരു വിശ്വാസിയുടെ ഹൃദയവുമായി പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകണമേ. ഞങ്ങളിൽ നിന്ന് നിന്റെ മണ്ണിലേക്ക് എത്തുന്ന ഹാജിമാർക്ക്, ഓരോ ഹാജിമാർക്കും മഖ്ബൂലും മബ്റൂറുമായ ഒരു ഹജ്ജ് നിർവഹിച്ച് ആത്മചൈതന്യത്തോടുകൂടി മടങ്ങാൻ എല്ലാവർക്കും നീ തൗഫീക്ക് നൽകണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ.